നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല, ഈ ഡോക്ടർക്ക് ഇതെന്ത് പറ്റി? നന്ദ, വേഗം വാ, പോ. അല്ല, അഡ്വക്കേറ്റിനെ വിളിക്കണ്ടേ? അതൊക്കെ പോകുന്ന വഴിക്ക് വിളിക്കാം, വേഗം വാ. ഞാൻ വന്നത് ധനുഷിന്റെ കാര്യം എന്തായെന്ന് അറിയാനാ. ഞാൻ പറഞ്ഞിട്ടൊന്നും എന്തായിരുന്നു ഇതുവരെ ഒരു തീരുമാനം പറഞ്ഞില്ലല്ലോ. അത് ഞാൻ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു. ഞാനതിനെക്കുറിച്ച് നിന്നോടൊന്ന് സംസാരിക്കാനിരിക്കുമായിരുന്നു. പോയിട്ട് വന്നിട്ടാവാന്ന് കരുതി. ഞാനിപ്പോൾ പോകുന്നത് അഡ്വക്കേറ്റിനെ കാണാനാ. ധനുഷ് പുറത്തിറങ്ങും. പക്ഷേ ഇതിനൊപ്പം നീ മനസ്സിലാക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ധനുഷ് എത്ര നല്ലവനെന്ന് പറഞ്ഞാൽ മുഴുവനായും ഇനിയും അവനെ വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ്. എന്നിട്ടും ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത് എൻ്റെ അനിയത്തിയായ നിനക്ക് വേണ്ടിയാണ്. നിന്റെ ജീവിതം നശിക്കുന്നത് കാണാൻ വയ്യാഞ്ഞിട്ട് നീ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി നിന്റെ ജീവിതം കയ്യിൽ പിടിച്ച് ഞാൻ നിനക്ക് നിർബന്ധനാവുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ. ഇനിയും അബദ്ധത്തിൽ ചെന്ന് ചാടി സ്വയം ജീവിതം നശിപ്പിക്കണോ വേണ്ടയോ എന്ന് നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. അവനെ കിട്ടാതെ ആത്മഹത്യയുടെ വക്കോളം എത്തിയ നീ അവനെ കിട്ടിയ സന്തോഷത്തിൽ അതിൽ നിന്ന് പിന്തിരിയുമ്പോൾ പിന്നീട് അവനെ കിട്ടിയതുകൊണ്ട് വീണ്ടും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ ഇടവരരുത്. അത് ഏട്ടന് സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല. മനസ്സിലായേട്ടാ, എനിക്ക് ഉറപ്പുണ്ട് ധനുഷിനെ ചതിക്കില്ലെന്ന്. ഒരിക്കലും അവന്റെ ഒരു പരാതിയായിട്ട് ഞാൻ ഏട്ടന്റെ മുമ്പിൽ വരില്ല, ഉറപ്പ്. ഇനി എല്ലാരും വിശ്വസിക്കുന്നത് പോലെ അവനൊരു ക്രിമിനൽ ആണെങ്കിലും എന്റെ സ്നേഹത്തിന് അവനെ മാറ്റിയെടുക്കാൻ പറ്റും. ഏട്ടന്റെ അനിയത്തി അത്രയ്ക്ക് പൊട്ടിയാണെന്ന് ഏട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ വിശ്വാസത്തിന്റെ കൂടെ നിൽക്കേ എനിക്കിപ്പോൾ നിവൃത്തിയുള്ളൂ. പക്ഷേ എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്തതുപോലെ ആവില്ല ഇവിടെ ബാക്കിയുള്ളവർ. നിന്റെ ജീവിതോർത്ത് ഞാനതിന് തയ്യാറായെങ്കിലും എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. കാരണം അത്രമേൽ അവൻ ഈ കുടുംബത്തെ ചതിച്ചിട്ടുണ്ട്. ഇനി അർച്ചന പറഞ്ഞതുപോലെ അവൻ ക്രിമിനലാണെങ്കിലും നീ പറഞ്ഞതുപോലെ നിരപരാധിയാണെങ്കിലും എനിക്ക് വലുത് നിന്റെ ജീവിതം തന്നെയാണ്. നിന്റെ ജീവിതത്തിന് ഞാൻ അത്രയും പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് അഭിമാനം മറന്ന് ഞാനിപ്പോൾ ഇതിന് പുറപ്പെടുന്നത്. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയണം. ഏതെങ്കിലും തരത്തിൽ നീ ഇപ്പോൾ എടുത്ത ഈ തീരുമാനം തെറ്റാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ നീ ഏട്ടൻ്റെ അടുത്തേക്ക് വന്നേക്കണം. പല ഭാരങ്ങൾ ചുമക്കുന്ന ഏട്ടന് നീ ഒരിക്കലും ഒരു ഭാരമാവില്ല. എല്ലാത്തിനും കാരണം നീയാണെന്ന് തിരിച്ചറിവിൽ നീ എൻ്റെ അടുത്തേക്ക് വന്നില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് വരും. പക്ഷെ തിരികെ വരുന്നത് എൻ്റെ അനിയത്തെ ചതിച്ചൊരുവന്റെ ജീവൻ എടുത്തിട്ടാവുമെന്ന് മാത്രം. തൽക്കാലം ഇപ്പൊ കഴിക്കുന്ന മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. റിസൾട്ട് ഉണ്ടാവുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് മറ്റു ട്രീറ്റ്മെന്റുകളെ കുറിച്ച് ആലോചിക്കാം. ശരി ഡോക്ടർ. ഡോക്ടർ, ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നതിന് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? നിങ്ങൾ പേടിക്കാൻ മാത്രമുള്ള തടസ്സങ്ങളൊന്നും ഇല്ല. ഒരു 3 മാസം കൂടി മെഡിസിൻ കഴിക്കും. ശരി ഡോക്ടർ, എന്നാൽ ഞങ്ങൾ 3 മാസം കഴിഞ്ഞ് വരാം. ഓ ശരി, സന്തോഷത്തോടെ പോയിട്ട് വാ. താങ്ക് യു ഡോക്ടർ. ശരി ഡോക്ടർ. ഹലോ നന്ദ. ആ സന്ധ്യ, താൻ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? അതെ, ഹോസ്പിറ്റലിലാണ്. അഡ്വക്കേറ്റിനെ വിളിച്ചായിരുന്നോ? വിളിച്ചു. 11 മണിക്ക് ശേഷം അദ്ദേഹം ഓഫീസിൽ കാണുമെന്ന്. നമ്മളോട് അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞത്. നന്ദൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമല്ലേ? അതെ, ഞാനിപ്പോ ഏകദേശം എത്താറായി. ഞാൻ അകത്തേക്ക് വരണോ അതോ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്താൽ മതിയോ? ഹലോ സന്ധ്യ,
ഹലോ പറയൂ, കേൾക്കാം. സന്ധ്യക്ക് പേഷ്യൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. വേഗം ഇറങ്ങുകയാണെങ്കിൽ ഞാൻ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യാം. ഞാൻ വേഗം ഇറങ്ങാം. അകത്തേക്ക് വരണമെന്നില്ല. ഹലോ സന്ധ്യ, നെറ്റ്വർക്ക് കട്ടാവുന്നു. ഞാൻ ഡ്രൈവിംഗില്ല. താൻ എന്തായാലും റൂമിൽ വെയിറ്റ് ചെയ്യും. ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഒന്നുകൂടെ അഡ്വക്കേറ്റിനെ വിളിച്ചിട്ട് പോവാം. ഇങ്ങോട്ട് വരണ്ട, പാർക്കിങ്ങിൽ തന്നെ വെയിറ്റ് ചെയ്താൽ മതി. ഹലോ 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 നിങ്ങളെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഇന്നായിരുന്നു ഡോക്ടർ വരാൻ പറഞ്ഞത്. ഓ ആണോ? എന്താ ഡോക്ടർക്ക് മറ്റെന്തെങ്കിലും തിരക്കുണ്ടോ? തിരക്ക് ഒരു സ്ഥലം വരെ പോകണമായിരുന്നു. എങ്കിൽ ഡോക്ടർ പോയിട്ട് വാ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. പോയാ എപ്പോ വരുമെന്ന് അറിയില്ല അർച്ചന. ഒരു കാര്യം ചെയ്യാം, നാളെയോ മറ്റന്നാളോ ഒന്ന് വരാവോ? ഇന്നിനി ധൃതി പിടിച്ചാ ഒന്നും നടക്കില്ല. അതാ നാളെ എന്ന് പറയുമ്പോ നാളെ തന്നെ വരണമെന്നില്ല. സൗകര്യം പോലെ വന്നാ മതി. ഇനി നിന്നാ ലേറ്റ് ആവും. അതാ. എന്നാ ശരി, ഞാൻ ഇറങ്ങുവാ. അത്യാവശ്യമായിട്ട് അവിടെ എത്തണം. ശരി. അല്ല, ഈ ഡോക്ടർക്ക് ഇതെന്ത് പറ്റി? നന്ദ, വേഗം വാ, പോ. അല്ല, അഡ്വക്കേറ്റിനെ വിളിക്കണ്ടേ? അതൊക്കെ പോകുന്ന വഴിക്ക് വിളിക്കാം. വേഗം വാ. നന്ദ, വേഗം വണ്ടി എടുക്ക്. എന്താ ഇത്ര ധൃതി? റൂമില് സച്ചി അർച്ചന ഇരിപ്പുണ്ട്. അവരിപ്പോ ഇറങ്ങി വരും. ഓ, നമ്മളെ അവര് കാണണ്ട. നന്ദ വണ്ടി എടുക്ക്. അല്ല, നന്ദേട്ടനൊപ്പം ഡോക്ടർ ഇതോടെ പോകുന്നു. നമ്മളോടൊരു ഫ്രണ്ട് എന്ന് കള്ളം പറഞ്ഞിട്ട് നന്ദേട്ടനൊപ്പം ആണല്ലോ ഡോക്ടർ പോകുന്നത്. സച്ചേട്ടൻ ഡോക്ടറുടെ വെപ്രാളം ശ്രദ്ധിച്ചോ? നമ്മളിന്ന് എന്തോ മറിക്കുന്ന പോലെ തോന്നിയില്ലേ? ആ, അതെനിക്ക് തോന്നിയിരുന്നു. സച്ചേട്ടൻ വണ്ടി എടുക്ക്, എന്താന്ന് അറിയണമല്ലോ. വാ. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.